3 കാര്യങ്ങൾ ഒരാളോടും പങ്കുവെക്കരുതെന്നാണ്. പറഞ്ഞാലോ നമ്മുടെ ജീവിതത്തെ അത് തകർത്ത് കളയും. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങളെന്ന് നമുക്കിന്ന് പഠിക്കാം. അതോടൊപ്പം 1000 രൂപയുടെ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് നല്ല പോസിറ്റീവ് വൈബുള്ള പ്രഭാതവും മനോഹരമായൊരു ദിവസവും കരുണാവാരിധിയായ റബ്ബ് സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. അതായത് നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുന്ന ചില കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഒരാളോടും മിണ്ടിപ്പോകാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ അത് തകർക്കും, നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കും, നമ്മുടെ സ്വസ്ഥതയെ തന്നെ അത് നഷ്ടപ്പെടുത്തും. അങ്ങനെയുള്ള നമ്മളെ പരാജയപ്പെടുത്തുന്ന 3 കാര്യങ്ങൾ ഒരാളോടും പങ്കുവെക്കരുത്. നമ്മുടെ ലൈഫിൽ അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാളോടും ഷെയർ ചെയ്യരുതെന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ് ഉസ്താദേ? അതാണ് നമ്മളിന്ന് പറയുന്നത്. കൃത്യമായി ഫോളോ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യത്യസ്തമായ 3 ഹദീസുകളെ ഉദ്ധരിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പഠിക്കാൻ തയ്യാറല്ലേ? 3 കാര്യങ്ങൾ ലൈഫിലുണ്ടെങ്കിൽ പാടെ മാറ്റി വെക്കണം കേട്ടോ. ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു തെറ്റ് ചെയ്തു എന്ന് വെക്കുക. നമ്മളിപ്പോൾ അബദ്ധത്തിലോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടോ ഒരു തെറ്റ് ചെയ്തു. ആ തിന്മ ചെയ്തതിന് ശേഷം മറ്റൊരാളോട് നമ്മൾ പോയി അത് പറഞ്ഞ് ആ തെറ്റിനെ പരസ്യപ്പെടുത്തിയാൽ അത് വലിയ അപകടമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ആലമീൻ നിഷിദ്ധമാക്കിയ കുറേ തെറ്റുകളുണ്ട് അല്ലേ? വ്യഭിചാരം ഇസ്ലാമിലെ ഹറാമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മദ്യപാനം ഹറാമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യൻ ചെയ്തു പോയാൽ അതിൽ നിന്നൊക്കെ നമ്മൾ ശരീരത്തെ വല്ലാതെ സൂക്ഷിക്കണം, നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അത്തരം വൻ പാപങ്ങളിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം നൽകുമാറാകട്ടെ. ചെറുപാപങ്ങളിൽ നിന്നും അല്ലാഹു സുരക്ഷിതത്വം നൽകുമാറാകട്ടെ. ഇനി ഒരു മനുഷ്യൻ അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് വെക്കുക, അവന് പെട്ടുപോയി, അങ്ങനെ തെറ്റ് ചെയ്തു പോയി. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നസൂഹായ തൗബ അവൻ ചെയ്താൽ അള്ളാഹുവിന് പുറത്തു കൊടുക്കും. അള്ളാഹുവിന് പുറത്തു കൊടുക്കും. അള്ളാഹിനോട് പറയാവൻ, അള്ളാഹിനോട് പറയാം, പടച്ചോനെ ചെയ്തു പോയി, അല്ലാഹ് നീ പുറത്തു നൽകണേ. ആത്മാർത്ഥതയുള്ള തൗബയാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അത് സ്വീകരിക്കുന്നതാണ്. അല്ലാതെ മറ്റൊരാളോടും അത് പറയരുത്. മറ്റൊരാളോടും അത് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നിൻ്റെ ജീവിതം അപകടത്തിലാകും എന്നുള്ളത് ഉറപ്പാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് മനോഹരമായി പറഞ്ഞു തരുന്നൊരു ഹദീസുണ്ട്. കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിർ. സുബ്ഹാനല്ലാഹ്, എൻ്റെ ഉമ്മത്തിലെ എല്ലാ മനുഷ്യർക്കും അല്ലാഹ് പുറത്തു കൊടുക്കും, മുജാഹിറിനൊഴികെ. അതാരാണത്? ചെയ്ത തെറ്റുകൾ മറ്റൊരാളുടെ മുമ്പിലേക്ക് പരസ്യപ്പെടുത്തുന്ന മനുഷ്യനുണ്ടല്ലോ, അവനൊഴികെ ബാക്കി എല്ലാ മനുഷ്യർക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രിയിൽ അവൻ തെറ്റ് ചെയ്തു. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ തെറ്റിനെ മറച്ചു വെച്ചതാണ്. അല്ലാഹ് സത്താറാണ് അല്ലേ? അല്ലാഹ് മറച്ചു വെച്ചതാണ്. എന്നിട്ടും ആ രാത്രിയിൽ ചെയ്ത തെറ്റ് നേരം വെളുത്തപ്പോൾ അവൻ കണ്ട ആളുകളോടൊക്കെ പറയാൻ, യാ ഫുലാൻ യാ ഫുലാൻ അമിൽതുൽ ബഹരി ഹത്വ കദാ വകദാ. ഇന്നലെ രാത്രിയെ ഞാൻ അങ്ങനെ അവിടെ പോയിണ്ടടാ, ഞാൻ ഇത് ചെയ്തടാ, ഞാൻ അത് ചെയ്തടാ എന്നിങ്ങനെ പറയുന്നവനോളം നശിച്ചവൻ വേറെ ഇല്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്ത തെറ്റ്, ആ തെറ്റിനേക്കാൾ വലിയ തിന്മയാണ് ചെയ്ത തെറ്റ് മറ്റൊരാളോട് പറഞ്ഞ് പരസ്യപ്പെടുത്തുക എന്ന് പറയുന്നത്. ചില ആളുകൾക്കൊരു അഭിമാനമാണ്, ഞാൻ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ, എൻ്റെയൊക്കെ ഒരു യുവത്വം നിറഞ്ഞ പ്രായത്തിൽ ഞാനൊക്കെ ചെയ്തു കൂട്ടിയതിന് കയ്യും കണക്കുമില്ല. എടോ, അല്ലാഹ് നിനക്കൊരു ഇമേജ് തന്നിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ എങ്ങാനും നമ്മുടെ രഹസ്യങ്ങളെ പരസ്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ജനങ്ങളുടെ മുമ്പിൽ നടക്കാൻ പറ്റുമോ? നമ്മൾ നാട്ടുകാരുടെ മുമ്പിൽ മാന്യനാണല്ലേ? നമ്മുടെ ഉള്ളുകളിൽ ആ പടച്ചോനെങ്ങാനും പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് അല്ലെങ്കിൽ മാന്യമായ ഡ്രസ്സ് ധരിച്ചിട്ട് ജനങ്ങളുടെ മുമ്പിൽ നടക്കാൻ പറ്റുമോ? അല്ലാഹു സത്താറല്ലേ? ഏറെ മറച്ചു വെക്കുന്നവനായ റബ്ബ്, കാര്യങ്ങളെ രഹസ്യമാക്കി വെക്കുന്നവനായ റബ്ബ്. ആ റബ്ബ് നമ്മുടെ രഹസ്യത്തെ രഹസ്യമാക്കി വെച്ചിട്ട് നമ്മളത് പരസ്യമാക്കി കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്തതിനേക്കാളും വലിയ തിന്മയാണതെന്നാണ് പഠിപ്പിക്കുന്നത് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തിന്മകൾ സംഭവിച്ചു പോയാൽ നസൂഹായ തൗബ ചെയ്യുക. നസൂഹാകണം തൗബ അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ
തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. നസൂഹായ തൗബയാണ് എല്ലാ പ്രശ്നത്തിലുള്ള പരിഹാരം. നിങ്ങളുടെ പാപം അല്ലാഹു തആല പുറത്തു തരും. അല്ലാതെ മറ്റൊരാളോടും നിങ്ങളത് പറയരുതെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നുണ്ട്. ഇനി മറ്റൊരാളോട് പറഞ്ഞാലോ, നമ്മളെങ്ങനെയൊക്കെ ആയിക്കോട്ടെ, നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം തോന്നി, അള്ളാഹിനോട് നമ്മൾ പറയണില്ല, ജനങ്ങളോട് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നമ്മളെത്ര നന്നായാലും അങ്ങനെ തന്നെ കിടക്കുള്ളൂ. നമ്മൾ നന്നായി ഇനി ഔലിയപ്പാപ്പ ആയാലും അവൻ്റെ മനസ്സിൽ അവനൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ്, എനിക്കറിയാൻ പാടുള്ളൂ അവനെ. ഇത് ജനമനസ്സിൽ കിടക്കും. എന്നാൽ അള്ളാഹു റബ്ബുൽ ആലമീനോട് നമ്മളത് ഏറ്റുപറഞ്ഞ് അള്ളാഹ് നമുക്ക് പുറത്തു തന്നാൽ അവൻ അത് ചെയ്യാത്തവനെ പോലെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെയ്യാത്തവനെ പോലെയാണ്. അത്രത്തോളം അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് പുറത്തു തരുന്നതാണ്. മഹാനായ ഇമാം അസ്ഫഹാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു കാര്യമുണ്ട്. അധിക മനുഷ്യന്മാരും അവരുടെ രഹസ്യങ്ങൾ തുറന്നു പറയണത് 3 സന്ദർഭങ്ങളിലാണ്. ചിന്തിച്ചു നോക്കി, ചിലപ്പോൾ നമ്മളും അങ്ങനെയായിരിക്കും. അധിക രഹസ്യങ്ങൾ പറയണത് 3 സന്ദർഭത്തിലാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന രഹസ്യങ്ങളൊക്കെ പരസ്യമാക്കുന്നത്. ഒന്ന്, ഐന്ദൽ ഇർതിജാഇ ഫി ഫിറാശി, വയറൊക്കെ നിറഞ്ഞ് നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വിരിപ്പിലൊക്കെ വന്നിങ്ങനെ കിടക്കുമ്പോൾ അപ്പോൾ ഒരു തോന്നലിങ്ങനെ വരും. വയറങ്ങനെ നിറയുമ്പോഴേ അങ്ങനെ കിടക്കുന്ന സമയത്ത് അങ്ങനെ തോന്നും, ഞാൻ എൻ്റെയൊക്കെ ആ കാലത്ത് ഈ കാലത്തൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങും. പറയപ്പെടുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. അതിങ്ങനെ കിടക്കും. പിന്നെ നമ്മൾ എത്ര മാന്യനാകാൻ നോക്കിയാലും നടക്കൂല. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. മറ്റൊരവസ്ഥ എന്ന് പറയുന്നത് വൈന്ദ ഉലുവിഹി ലിഇർസിഹി, സ്വന്തം ഇണയുടെ അടുക്കൽ തനിച്ചാകുന്ന, അവർ തമ്മിൽ ഈ സല്ലപിക്കുന്നൊരു ഘട്ടമാണല്ലോ, ഭാര്യ ഭർത്താക്കന്മാർ സല്ലപിക്കുന്ന ഘട്ടത്തിൽ പല രഹസ്യങ്ങളും പരസ്യമാക്കും. എനിക്ക് കുറേ ലൈനൊക്കെ ഉണ്ടായിരുന്നു ഇക്കാക്ക ലൈൻ ഉണ്ടായിരുന്ന, പിന്നെ എൻ്റെ പുറകെ ഒരു 10-100 നടപ്പുണ്ടായിരുന്നു, ഞാനൊരു 1-2 സൈറ്റ് അടിച്ചായിരുന്നു. പിന്നെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ജീവിതം ആ മനസ്സിലത് കിടക്കും. പിന്നെ നിങ്ങൾ ഫോൺ എടുക്കുമ്പോഴത്തേക്കും കെട്ടിയോക്കടെ മനസ്സിൽ എന്താണ് പരിപാടി എന്താ 2 മെസ്സേജ് അയക്കണം ഇല്ലേ? ഭാര്യയോട് പോലും, ഭർത്താവിനോട് പോലും, ആരോട് പോലും നമ്മുടെ കഴിഞ്ഞുപോയ തിന്മകളൊക്കെ പരസ്യപ്പെടുത്തുന്ന എന്തിനാ? എത്ര നെറികെട്ടൊരു സ്വഭാവമാണത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. മറ്റൊന്ന്, നമ്മളിങ്ങനെ രഹസ്യം കൂടുതൽ വിളിച്ചു പറയണത് മദ്യപാനിയായി അല്ലെങ്കിൽ മസ്ത് പിടിച്ച് കിടക്കുന്ന സമയത്താണ്. കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമയായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ വെളിവില്ലാതെ നമ്മൾ പറയുന്ന കുറേ രഹസ്യങ്ങളുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പോലും ഇത് പറയരുതെന്ന് പറയണേ. അത്രത്തോളം സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാകാൻ കാരണം ഈ തുറന്നു പറച്ചിലാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു രഹസ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ട് മുതലാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ മുതലുള്ള കാര്യങ്ങളിൽ ഒരു രഹസ്യം ഉണ്ടാകാൻ പാടില്ല. കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള എല്ലാ ചെറിയ കാര്യങ്ങളും കൊത്തിച്ചികഞ്ഞെടുത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വലിയൊരു മാറാപ്പായി മാറി ജീവിതം തന്നെ തകർന്നു പോയ എത്ര ആളുകളെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആലോചിച്ച് നോക്കി അല്ലേ? ഈ ഡിഗ്രി കാലഘട്ടത്തിൽ ഭർത്താവ് പ്രണയിച്ചു, ഒരു തെറ്റ് സംഭവിച്ചു, അതൊരു തിന്മയാണ്, അതൊരു അഭിമാനമായി പറയേണ്ട കാര്യമൊന്നുമല്ല. കല്യാണത്തിന് മുമ്പുള്ള പ്രണയം എന്ന് പറയുന്നത് തനിച്ച ഹറാമാണ്. ഇനി ആ പ്രണയത്തിലൂടെ വിവാഹത്തിലേക്ക് കടന്നാലും തൗബയില്ല എങ്കിൽ ആ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ ശാപമല്ലാതെ ഒന്നും കിട്ടാനില്ല. തൗബ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ഇനി ഞാൻ തൗബ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? തൗബ ചെയ്യാനുള്ള അവസരം തരുന്നവൻ റബ്ബാ. നമുക്ക് തൗബ ചെയ്യാൻ അവസരം കിട്ടിയില്ലെങ്കിലോ, അതിനുമുമ്പ് മരിച്ചു പോയാലോ? അപ്പോൾ കല്യാണത്തിന് മുമ്പുള്ള പ്രണയമൊക്കെ തനിച്ച ഹറാമാണ്. കല്യാണശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രണയിക്കൂ. എന്ത് രസമായിരിക്കും ലൈഫ്. അവിടെ പ്രണയമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അവിടെ വേറെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ. എന്ത് രസമാണ് ആ ജീവിതത്തിലുള്ളത് ഇല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രണയിച്ചതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ? എന്തൊരു പ്രണയമായിരുന്നു മുത്തനബിക്ക്, എന്തൊരു പ്രണയമായിരുന്നു അവിടുത്തെ പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഭാര്യയായാലും ഭർത്താവായാലും വളരെ സ്നേഹത്തോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഭാര്യയും ഭർത്താവിനും കല്യാണം കഴിഞ്ഞാൽ അവർക്കിടയിൽ മറയൊന്നുണ്ടാകാൻ പാടില്ല. കല്യാണത്തിന് മുമ്പുള്ള എല്ലാ കഥയും പറയണം. എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞിരിക്കണം. ഞാനങ്ങനെ 100% എൻ്റെ ഇക്കാക്കാരോട് ഞാൻ ഓപ്പണാണ്. എല്ലാ രഹസ്യങ്ങളും പറയേണ്ടതില്ല. പറയേണ്ട രഹസ്യങ്ങൾ മാത്രമേ പറയേണ്ടതുള്ളൂ. ഭാര്യയിലും ഭർത്താവിലും ഭാര്യയുടെ ഒരു വിചാരമുണ്ട്, എൻ്റെ ഇക്കാക്ക എല്ലാം അറിഞ്ഞിരിക്കണം, എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യമൊക്കെ ഞാൻ ഇക്കാക്കാനോട് പറയണം. നിൻ്റെ വാപ്പായും ഉമ്മായും തമ്മിലുള്ള പ്രശ്നം നിൻ്റെ ഭർത്താവിനെ നീ അറിയിച്ച് അവരെയും കൂടെ നാറ്റിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. പിന്നെ നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇടപെടാൻ അവർക്ക് പറ്റൂല. കാരണം എന്താ? കെട്ടിയവൻ്റെ മുമ്പിൽ ഒരു വിലയില്ല.
അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഉമ്മയുടെ ഊറ്റവും വാപ്പാടെ ഊറ്റവും ഒക്കെ കെട്ടിയോളോട് പോയി പറയരുത്. പറയേണ്ടതേ പറയാവൂ. എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? പറയേണ്ട കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഭാര്യയും ഭർത്താവായാൽ പോലും ചെയ്തു പോയ തെറ്റുകൾ തിന്മകൾ നമ്മൾ ചെയ്തു പോയത് പരസ്യമാക്കരുത്. അള്ളാഹു മറച്ചു വെച്ചതാണത്. അള്ളാഹു നിനക്ക് അവസരം തന്നതാണ് തൗബക്ക്. അള്ളാഹ് മറച്ചു വെച്ചതാണ്. നീ അത് രഹസ്യമാക്കരുത്. അങ്ങനെ പരസ്യമാക്കിയവൻ അള്ളാഹു റബ്ബുൽ ആലമീൻ പുറത്തു കൊടുക്കില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം അവൻ്റെ കിടപ്പറ രഹസ്യം. ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ, ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ കിടപ്പറ രഹസ്യം. ഇത് മറ്റൊരു ഫ്രണ്ട്സിനോടത് പോയി പറയുക, അല്ലെങ്കിൽ നാട്ടുകാരോട് പറയുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മിൻ അശർരിൻ നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഏറ്റവും നശിച്ചവനാരാണ് നബിയെ? അല്ലേ, ഏറ്റവും നശിച്ചവനാരാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഒരു രാത്രി അവൻ ഇണയുമായി കിടപ്പറ പങ്കിട്ടു. നേരം വെളിച്ചപ്പോൾ അവൻ ജനങ്ങളോട് ഇത് പറഞ്ഞാൽ, അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ, അവനാണ് ഏറ്റവും ശപിക്കപ്പെട്ടവൻ, ഏറ്റവും നെറികെട്ടവൻ, നശിച്ചവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നശിച്ചവൻ എന്ന് പറഞ്ഞാൽ നശിച്ചവൾ എന്നും ചേർത്ത് വായിക്കണം കേട്ടോ. പറയുന്നത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അല്ലേ. എടി ഒരു രസമാണ്, ചില തമാശ രൂപേണ. ഇപ്പോൾ ഞാനൊരു കോളേജ് അധ്യാപകൻ, അതുപോലെ സൈക്കോളജിസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഇത്തരം പല കേസുകളും അറ്റൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് തൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട്, എടി മൂപ്പര് അടിപൊളിയാണ്, അവനിങ്ങനെയാണ്, അവളിങ്ങനെയാണ് എന്ന് പറയുന്ന നെറികെട്ട സ്വഭാവം ഇപ്പോഴും ഉണ്ടെന്നേ, സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ഏറ്റവും നശിച്ചവൻ്റെ ലക്ഷണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു പോകരുത്, ഒരിക്കലും മിണ്ടിപ്പോകരുത്. തൻ്റെ ഇണയുടെ രഹസ്യങ്ങൾ അത് രഹസ്യമാക്കി വെക്കണം. അത് കിടപ്പറ രഹസ്യം മാത്രമല്ല, ഇണകളുടെ രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ഒരുപാട് ആളുകൾ, അവരുടെ കുറവുകൾ പരസ്യമാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യരുത്, വളരെ മോശമാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഉലഞ്ഞു പോകാൻ അത് മതി. ചില ആളുകൾ ചോദിക്കും, എടീ മോളെ കെട്ടിയോനെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അങ്ങനെ അങ്ങോട്ട് പോണ്. എന്നാലും ഞാൻ ഉദ്ദേശിച്ചതുപോലത്തെ ഒരാളൊന്നും അല്ല കിട്ടിയത്, അതങ്ങനെ പണിയെടുത്ത് നടക്കും. ഒരിക്കലും അങ്ങനെ പറയരുത് സഹോദരങ്ങളെ. ഇനി കെട്ടികളെക്കുറിച്ച് ചോദിച്ചാൽ അത് 24 മണിക്കൂർ അടുക്കളയിലാണ്, മറ്റേതാണ് മറിച്ചത്. നാട്ടുകാരോടല്ല നീ ഇത് പറയേണ്ടത്. നിനക്ക് പരാതി ഉണ്ടെങ്കിൽ നീ നിൻ്റെ കെട്ടിയോനോട് പറ, അല്ലെങ്കിൽ കെട്ടിയോനോട് പറയാ. പരസ്പരം നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ള സമയം കണ്ടെത്തിയിട്ട് ഓപ്പൺ ടോക്കുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവുക, ഓപ്പണായ സംസാരങ്ങൾ ഉണ്ടാവുക, നിങ്ങൾക്കിടയിൽ തുറന്നു പറച്ചിലുകൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ജീവിതം എത്ര മനോഹരമാണ്. ഇനി ഒരിക്കലും ഒരു രക്ഷയില്ല. പുറത്തൊരാളോട് തുറന്നു പറയാതെ രക്ഷയില്ലാത്തവണ്ണം ആകെ ഇടങ്ങേറായി എന്നും തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളോട് പറയാം. അല്ലാതെ നാട്ടുകാരോട് പറഞ്ഞു നടക്കുകയാണോ വേണ്ടത്? അങ്ങനെ പറഞ്ഞ് നടന്നതുകൊണ്ട് കുടുംബം തകർന്നു പോയ ചിലരെനിക്കറിയാം. യുവതികളാണ്. കല്യാണം കഴിഞ്ഞിട്ട് വളരെ വളരെ കുറച്ച് മാസങ്ങൾ മാത്രമായവർ ഭർത്താവിൻ്റെ കുറ്റം പറഞ്ഞ് നടക്കുക, ഭാര്യയുടെ കുറ്റം പറയുക. എത്ര മോശമാണത് അല്ലേ? ഇവർ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിയുമ്പോൾ ഭർത്താവ് വേഗം ഭാര്യയുടെ കുടുംബക്കാരൊക്കെ വിളിക്കും. എനിക്ക് പരിചയമുണ്ട് അങ്ങനെയുള്ള ആളുകളെ. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയാൽ ഭർത്താവ് ചെയ്യുക ഭാര്യയുടെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചിട്ട് അവളുടെ കുറ്റം പറയും. ഭാര്യയുടെ പരിപാടി ഭർത്താവിൻ്റെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചിട്ട് അവൻ്റെ കുറ്റം പറയും. ആണോ? എല്ലാവരുടെയും മുമ്പിൽ രണ്ടുപേരുമാണ് നാണം കെട്ടു പോകുന്നത്. എന്നാലോചിച്ച് നോക്കിയേ, നമ്മൾ നമ്മുടെ ഇണകളുടെ കുറ്റം പറഞ്ഞാൽ അതിലൂടെ നമുക്കൊരു അന്തസ്സ് ലഭിക്കും നമ്മൾ വെറുതെ വിചാരിക്കുക. അതിലൂടെ ഏറ്റവും കൂടുതൽ തരം താഴ്ന്നു പോണത് നമ്മളാണ്. അപ്പോൾ സൂക്ഷ്മത പാലിക്കുക. അപ്പോൾ ഈ വിഷയം ശ്രദ്ധിക്കുക. കിടപ്പറ രഹസ്യങ്ങൾ മറ്റൊരാളോട് പങ്കുവെക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നശിച്ച സ്വഭാവമായിട്ട് പറയുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇനി മൂന്നാമത്തേത്, ഒരാൾ പറയാൻ പാടില്ലാത്ത മൂന്നാമത്തെ കാര്യം, ഒരാൾ വെറുക്കപ്പെടുന്ന ഒരു സ്വപ്നം കണ്ടു. ഒരാൾ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന മോശമായൊരു സ്വപ്നം കണ്ടു. ഒരാളോടത് പറയരുത്. മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, നമ്മളെ ഒരാൾ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ പാമ്പ് നമ്മളെ കൊത്താൻ വരുന്നതായിട്ട് സ്വപ്നം കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഈ ഒരു പേടിപ്പെടുത്തുന്ന, നമ്മളെ ശത്രു ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന സ്വപ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതൊരാളോടും പറയരുത് എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസ് നിങ്ങൾ നോക്കിയേ, ഇദാ റഅ മാ യഖറഹു ഫൽയസ്ഫുൽ അൻ യസാരിഹി സലാസൻ. ഒരു വെറുക്കപ്പെടുന്ന സ്വപ്നം നിങ്ങൾ കണ്ടു, പേടിപ്പിക്കുന്നൊരു സ്വപ്നം, ഭീകരമായ സ്വപ്നം, ക്രൂരമായൊരു സ്വപ്നം നിങ്ങൾ കണ്ടാൽ, ഇതൊക്കെ ശൈത്താനിൽ നിന്നാണ്, നമുക്കറിയാമല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ എഴുന്നേറ്റ് ഇടത് ഭാഗത്തേക്ക് ഉമിനീര് വരാത്ത രീതിയിൽ 3 തവണ ഇങ്ങനെ
ഇടത് ഭാഗത്തേക്ക് തുപ്പുക. എന്നിട്ടോ ഫലിയതഅവ്വദ് മിൻ ശർരി ശൈത്വാൻ വശർരിഹാ, പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്നും ശൈത്വാൻ്റെ ഉപദ്രവത്തിൽ നിന്നും നിങ്ങൾ അള്ളാഹിനോട് കാവൽ തേടണം. അപ്പോൾ അഊദും ചൊല്ലുക. മനസ്സിലാവുന്നുണ്ടോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശൈത്വാനിൽ നിന്ന് കാവൽ തേടുക. പടച്ചോനെ, ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് എനിക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കല്ലേ അല്ലാ എന്ന് ദുആ ചെയ്യുക. അതുപോലെ തന്നെ വലാ യുഹദ്ദിദു ബിഹാ അഹദൻ, ഒരാളോടും ഇത് പറയാതിരിക്കുക. നമ്മൾ സ്വപ്നം കാണാതിരിക്കും, എന്തെങ്കിലും പാമ്പിനായിരിക്കും കണ്ടത്, കെട്ടിയനോട് ഉറങ്ങിയായിരിക്കും, ഇക്കാക്ക എണീക്ക് ഞാനൊരു പാമ്പിനെ ഞാനൊരു പാമ്പിനെ കണ്ട്. ഒരിക്കലും അങ്ങനെ പറയരുത് എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കില്ല, അത് ശൈത്താൻ സംഭവിപ്പിക്കുന്നതാണ്, ശൈത്താൻ തോന്നിപ്പിക്കുന്നതാണ്, ശൈത്താൻ ഉണ്ടാക്കുന്ന സ്വപ്നങ്ങളാണ്. ഇനി അങ്ങനെ ആരോടും പറയരുത്. മുത്തനബി തങ്ങൾ പറയണം വലാ യുഹദ്ദിസു ബിഹാദാ, ഒരാളോടും അത് പറയരുത്. ഫഇന്നഹാ ലം യദുറ, ഒരാളോടും പറയാതിരുന്നാൽ അത് നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല. ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത സ്വപ്നമായി അത് മാറുന്നു സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പോൾ ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാലോ അത് കുഴപ്പമുണ്ടാക്കുമെന്നാണോ? അങ്ങനെയാണ് നമുക്ക് ഹദീസിൽ നിന്ന് കിട്ടുന്നതല്ലേ. ഒരു ചിന്ത അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഹദീസിൽ കൃത്യമായിട്ടുണ്ട്, ഒരാളോടും പറയരുത്, നിങ്ങളത് ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ പറഞ്ഞാലോ, അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട് അല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഇതിങ്ങനെ നിരന്തരം ഒരേ സ്വപ്നം തന്നെ കാണുമ്പോൾ സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആരെങ്കിലും സമീപിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. മോശം സ്വപ്നം കണ്ടാൽ ഒരാളോടും പറയരുത്. നല്ല സ്വപ്നം കണ്ടാലോ നമ്മളോട് അസൂയ ഉണ്ടാകാത്ത ആരോടെങ്കിലൊക്കെ ഒന്ന് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ മോശം സ്വപ്നം കണ്ടാൽ ഒരാളോടും പറയരുത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരാളോടും മിണ്ടിപ്പോരുത്. അങ്ങനെ മിണ്ടിക്കഴിഞ്ഞാൽ ജീവിതം എങ്ങനെയാണ് തകരാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ. വലിയ അപകടങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാകും. സൂക്ഷ്മത പാലിക്കുക. അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. അതുപോലെ ഇന്നത്തെ ചോദ്യം ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനാണ് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്, ആ കുഞ്ഞുകുട്ടി വഫാത്താകുന്നത് എത്രാമത്തെ വയസ്സിലാണ്? മനസ്സിലായോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് എത്രാമത്തെ വയസ്സിലാണ് എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹത്തുക്കളുടെയൊക്കെ പൊരുത്തം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الراحمين يا കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ മുറാദുകളും ഹാസുലാക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ഇതിൽ കമൻറ്റ് ചെയ്ത് ദുആ വസിയ്യത്ത് അറിയിക്കുന്നവർ, ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ മനസ്സിലുള്ള വേദനകൾ അകറ്റണേ അല്ലാ. പടച്ചവനെ മുറാദുകൾ ഹാസുലാക്കണേ അല്ലാ. സങ്കടങ്ങൾ നീക്കണേ അല്ലാ. സ്വസ്ഥത നൽകണേ തമ്പുരാനെ. ഇന്ന് ഞങ്ങൾ പഠിച്ച ഇൽമു ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീഖ് നൽകണേ. സന്താനങ്ങളെ സ്വാലിഹ്യങ്ങളാക്കണയല്ല. പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഇണകളെ നന്നാക്കണയല്ല. മക്കളെ നൽകണയല്ല. പടച്ചവനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. വീടില്ലാതെ വേദനിക്കുന്നവർ, വീട് നിർമ്മാണത്തിലിരിക്കുന്നവർ, ഹൈറായ ഭവനം നീ നൽകണേ ചമ്പുരാനെ. ഞങ്ങളുടെ തൊഴിലുകളിൽ മറ്റു മേഖലകളിൽ നീ ബറക്കത്ത് ചുരിയണേ അല്ലാ. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണയല്ല. പലരുടെയും ആണ്ടിൻ്റെ ദിവസമാണ്. ഇന്നും ഇന്നലെയും ഒക്കെയായിട്ട് ഒരുപാട് പേര് ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഖബറിലേക്ക് നീ ഇതിൻ്റെ മിസ്ല സവാബ് എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളിൽ പല ആളുകളുടെയും മാതാപിതാക്കൾ ഖബറിലാണ്. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈമാനെ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം വിശിഷ്യ സബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله.